PSCTM റീസെന്റ് ആയിട്ട് നടത്തിയ പരീക്ഷകളിൽ, അതായത് 2026 നടത്തിയ പരീക്ഷകളിലെ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും ഉറവിടവുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ 3 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 2026 നടത്തിയ പരീക്ഷകളിൽ നമുക്ക് 4 ചോദ്യപേപ്പറാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ 1226 എന്ന് പറയുന്ന ഈ ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. 1126ന്റെ പകുതി നമ്മൾ നോക്കി. ബാക്കി പകുതിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആകെ 2 ചോദ്യപേപ്പറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ വഴിയെ നോക്കി തീർക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 7-ാം തീയതി നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും അതിന്റെ സോഴ്സുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യമായിട്ട് ഞാൻ PSCയുടെ റീസെന്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഈ നോക്കാൻ പോകുന്ന ഈ ഒരു ചോദ്യപേപ്പറിൽ ആദ്യത്തെ ചോദ്യമാണിത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് നടത്തിയ പരീക്ഷയിൽ, അതായത് 1226 എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയിലും ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരായ FPTPയുടെ പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്തടുത്ത് നടത്തിയ 2 പരീക്ഷകളിൽ സെയിം ടോപ്പിക്കിൽ നിന്നുള്ള 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ റീസെന്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഇനി അത് കൂടാതെ ഇതിന്റെ സോഴ്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് കാണാൻ സാധിക്കുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ്. ഇപ്പൊ ഈ ചോദിച്ച ഈ ഒരു FPTPയുടെ പൂർണ്ണ രൂപം, അതുപോലെ തന്നെ ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ചോദ്യത്തിലെ സ്റ്റേറ്റ്മെന്റ്സും, ഇത് രണ്ടിനുമുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. തൊട്ടടുത്ത പേജുകളിൽ നിന്നായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരിക്കണം. അത് കൂടാതെ അതിന്റെ സോഴ്സും, യഥാർത്ഥത്തിലുള്ള സോഴ്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആണല്ലോ? 19ാമത്തെ ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം അഥവാ സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ഇതിന് ഉത്തരം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇന്ത്യയിൽ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതികളാണ് നമ്മൾ പിന്തുടരുന്നത്. ഒന്ന് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും. ലോക്സഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്താണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. അതായത് ജനങ്ങൾ നേരിട്ടാണ് ഇവിടേക്കുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അതേസമയം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ്? പരോക്ഷമായ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതായത് ജനങ്ങൾ നേരിട്ടല്ല ഇവരെ തെരഞ്ഞെടുക്കുന്നത്, പകരം ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, പ്രത്യക്ഷവും പരോക്ഷവും. ഈ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നമ്മൾ നടപ്പിലാക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? അതായത് ഇന്ത്യയിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലൂടെയാണ്, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലൂടെയാണ്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണെന്നും കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലൂടെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ നടത്തുന്നത് എങ്ങനെയാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലൂടെയാണ് അല്ലെ? അതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം അനുസരിച്ച് നടപ്പിലാക്കുന്നത് ാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. തെരഞ്ഞെടുക്കുന്നത് ഒരു പ്രതിനിധിയാണെങ്കിലും ആ നിയോജക മണ്ഡലത്തിൽ എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിപ്പോൾ 1 വോട്ടാണെങ്കിലും കൂടുതൽ ലഭിച്ചാൽ അയാളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മൾ 543 നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വിജയിക്കുന്ന ഈ സ്ഥാനാർത്ഥിയില്ലേ, ആ സ്ഥാനാർത്ഥിക്ക് ആ നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടണമെന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ വിജയിക്കുന്നത് എങ്ങനെയാണ്? 1 വോട്ടാണെങ്കിൽ 1 വോട്ട് കൂടുതൽ ലഭിച്ച ആളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ജയിച്ച ആൾക്ക് അവിടെ ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല. അതായത് 50% കൂടുതൽ വോട്ട് ലഭിച്ചാലല്ലേ അവിടെ ഭൂരിപക്ഷം കിട്ടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. ജയിക്കണമെങ്കിൽ 50% കൂടുതൽ വോട്ട് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് 1 വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയാൽ അയാളാണ് അവിടെ ജയിക്കുന്നത്. ഇതാണ് എന്ത്? നമ്മുടെ
കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, ഇതിനെ നമ്മൾ ആപേക്ഷിക ഭൂരിപക്ഷ വ്യവസ്ഥ എന്നും പറയാറുണ്ട്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നും പറയാറുണ്ട്. ഇതാണ് നമ്മളോട് അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. FPTPയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൂടാതെ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യവസ്ഥയെ ബഹുത്വ വ്യവസ്ഥ, പ്ലൂരാലിറ്റി സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഈ ബോക്സിൽ കിടക്കുന്നത് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് കേട്ടോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൂടുതലും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിക്കുന്നു. എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് ഒരു സ്ഥാനാർത്ഥിക്കാണ്. പക്ഷെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വോട്ടർമാര് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. ഒരു പാർട്ടിക്ക്, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലാണ്, ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തെക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം. അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളും അവർക്ക് ലഭിച്ച വോട്ട് ശതമാനവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത് അല്ലെ. കോൺഗ്രസിന് 415 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ആകെ എത്ര നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു? 543 നിയോജക മണ്ഡലത്തിൽ 415 ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ കോൺഗ്രസിനാണ്. അതായത് 80% കൂടുതൽ സീറ്റുകൾ ആർക്ക് ലഭിച്ചു? കോൺഗ്രസിന് ലഭിച്ചു. പക്ഷെ ഇവർക്ക് ലഭിച്ച വോട്ടിന്റെ ശതമാനമോ 48% ഇവർക്ക് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് ഭൂരിപക്ഷം വോട്ട് ലഭിക്കാത്ത കോൺഗ്രസിനാണ് 80%-ത്തേക്കാളും കൂടുതൽ സീറ്റ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടെ ഒരു പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അനുസരിച്ച് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തെക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം. ക്ലിയർ ആണല്ലോ. സംശയമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ. ഇനി ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇന്ത്യയും. അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? ഇസ്രയേലും നെതർലാൻഡ്സും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അഥവാ സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തെക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ പോയിന്റിൽ പറഞ്ഞല്ലോ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ പ്രത്യേകതകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന എക്സാമ്പിൾ സഹിതം നമ്മൾ പറഞ്ഞു കേട്ടോ. ഒരു പാർട്ടിക്ക്, ആ കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പിലെ ആ ഒരു വോട്ടിംഗ് ശതമാനവും അവർക്ക് ലഭിച്ച ആ ഒരു സീറ്റും അതൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് ക്ലിയർ ആവും. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തെക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സമ്പ്രദായം അനുസരിച്ച് അതപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമ്മളോട് ചോദിച്ചത് അനുയോജ്യമല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. ഇത് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇത് ബന്ധമില്ല. കാരണം ഈ ഒരു കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കല്ല, സ്ഥാനാർത്ഥിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ചല്ല ഇവിടെ നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നത്. അപ്പോൾ ഇതും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പം ബന്ധമില്ലാത്ത 2 സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ഏതൊക്കെയാണ്? 2ഉം 3ഉം. ഓക്കെ, ഒന്നാമത്തത് ഇതുമായിട്ട് ചേർന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, യോജിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എന്താണ് ഉത്തരം വരുന്നത്? 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? നോക്കാം. ജോലി ചെയ്യാനുള്ള അവകാശം ഒരു മൗലികാവകാശമാണോ? അതൊരു മൗലികാവകാശമല്ല, അത് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് കേട്ടോ. സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം അതും മൗലികാവകാശമല്ല, അതും നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം അതും നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. നമ്മളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്
സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ജോലി ചെയ്യാനുള്ള അവകാശം അല്ലേ. ഇവിടെ നോക്കുക, തൊഴിലിനുള്ള അവകാശം എന്താണ്? നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം. സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്താണ്? നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം, അതും എന്ത് തന്നെയാണ്? നിർദ്ദേശക തത്വങ്ങളുടെ ഒരു ലക്ഷ്യത്തിൽ വരുന്നതാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്നതെല്ലാം എന്താണ്? മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതല്ല, നിർദ്ദേശക തത്വങ്ങളിൽ പെട്ടതാണ്. അപ്പം എന്താണ് ഉത്തരം? എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നും എന്തല്ല? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. അടുത്ത ചോദ്യം, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരും. പാസ്സായാൽ പിന്നെ മന്ത്രിസഭ തുടരുമോ? നോക്കാം. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. ആവശ്യമാണോ? അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സ്പീക്കറുടെ അനുമതി ആവശ്യമാണോ? രണ്ട് അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. അപ്പോൾ എന്താണ് ഈ അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ 4ാമത്തെ ചാപ്റ്ററിൽ അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം. ഒരു പാർലമെന്ററി വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തേണ്ടത് പല ഘട്ടങ്ങളിലായാണ്. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഭരണരീതി എങ്ങനെയാണ്? പാർലമെന്ററി വ്യവസ്ഥയാണ് അല്ലേ. ഈ പാർലമെന്ററി വ്യവസ്ഥയിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയുണ്ടല്ലോ, പാർലമെന്റ് ആണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തേണ്ടത്. അതായത് നമ്മുടെ കാര്യനിർവഹണ വിഭാഗം കറക്റ്റായിട്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ചുമതലയാണ്? നിയമനിർമ്മാണ സഭയുടേതാണ്. നമുക്ക് 3 വിഭാഗങ്ങളാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. ഇതിലെ ഈ നിയമനിർമ്മാണത്തിന്റെ അടുത്ത ചോദ്യം, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാണ് പ്രസ്താവനകൾ? അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. ആവശ്യമാണോ? നോക്കാം. രണ്ട് അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. ശരിയാണോ? എന്താണ് അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ? എന്താണ്? നിലവിലുള്ള മന്ത്രിസഭയിൽ ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രമേയമാണിത് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും. ഇനി അവിശ്വാസ പ്രമേയത്തെ കുറിച്ച് പറയുന്നത് +1 പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററിലാണ്. എന്താണ് പറയുന്നത്? ഒരു പാർലമെന്ററി വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തേണ്ടത്. അതായത് നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് പാർലമെന്ററി വ്യവസ്ഥയാണ് അല്ലെ. ഈ ഒരു വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തേണ്ടത്. അതായത് കാര്യനിർവഹണ വിഭാഗം അതിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ചുമതലയാണ്? നിയമനിർമ്മാണ വിഭാഗമാണ്. ഇത് പല മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇത് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് നമുക്ക് 3 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, പിന്നെ കാര്യനിർവഹണം, നീതിന്യായം. ഈ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ചുമതലയാണ് എന്ത്? കാര്യനിർവഹണം. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ചുമതലയാണ്? നമ്മുടെ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ചുമതലയാണ്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊണ്ടുവരാം? അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. നിയമനിർമ്മാണ സഭയ്ക്ക് എന്ത് കൊണ്ടുവരാം? അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവരാം. ക്ലിയർ ആണല്ലോ? ഇനി അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ നിയമനിർമ്മാണ സഭയിലെ രാജ്യസഭയെ പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? കാരണം എന്താണ്? നമുക്കറിയാം നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും കൂടെ ചേർന്നാണ് അല്ലേ. പക്ഷെ അവിശ്വാസ പ്രമേയത്തിന്റെ കേസിൽ നിയമനിർമ്മാണ സഭയിൽ നമ്മൾ രാജ്യസഭയെ പരിഗണിക്കേണ്ട കാര്യമില്ല. ലോക്സഭയെ മാത്രം പരിഗണിച്ചാൽ മതി. കാരണം അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും രാജ്യസഭയുമായിട്ട് ബന്ധമില്ല.
അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന രാജ്യസഭയിലല്ല, അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കുന്ന രാജ്യസഭയിലല്ല, അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് രാജ്യസഭയിലല്ല. രാജ്യസഭയ്ക്ക് അവിശ്വാസ പ്രമേയവുമായിട്ട് ഒരു ബന്ധവുമില്ല. ക്ലിയർ ആണല്ലോ? അതിൻ്റെ കാരണം ഞാൻ പറയാം. നമ്മുടെ മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത്. ഏതാണ് ആ ആർട്ടിക്കിൾ? ഏതാണ്? 75(3) എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മന്ത്രിസഭയ്ക്ക്, അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോട് മാത്രമാണ്? ലോക്സഭയോട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിശ്വാസ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ ആരെ നോക്കേണ്ട? രാജ്യസഭയെ നോക്കേണ്ട കാര്യമില്ല, അതിനുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫാക്ട്സ് ഒന്നും വെച്ചാൽ പറ്റത്തില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ പുറത്തുനിന്ന് നോക്കാം. എന്താണ് അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണ സഭയ്ക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ ഭൂരിപക്ഷമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ കൊണ്ടുവരുന്ന പ്രമേയമാണെന്ത്? അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മന്ത്രിസഭയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഒരു പ്രമേയമാണെന്ത്? അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഒരു പ്രമേയമാണ് എന്ത്? അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ അവിശ്വാസ പ്രമേയത്തെക്കുറിച്ചോ അതിൻ്റെ വോട്ടെടുപ്പിനെ കുറിച്ചോ ഒന്നും എന്തിൽ പറയുന്നില്ല, നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. ആകെ എന്ത് മാത്രമാണ് പറയുന്നത്? മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളതെന്ന് മാത്രം 75(3) പറയുന്നുണ്ട്. അത് മാത്രമേ ഭരണഘടനയിൽ പറയുന്നുള്ളൂ, അല്ലാതെ അവിശ്വാസ പ്രമേയത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതൊക്കെ ലോക്സഭ നടപടിക്രമത്തിലാണ് അതേപ്പറ്റിയൊക്കെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ലോക്സഭയിൽ മാത്രമേ നമുക്ക് എന്ത് അവതരിപ്പിക്കാൻ കഴിയത്തുള്ളൂ? അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതായത് പ്രതിപക്ഷത്തിന് തോന്നുവാണ്, നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ക്ലിയർ ആണല്ലോ, നമ്മുടെ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ ഭൂരിപക്ഷമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രതിപക്ഷം എന്ത് കൊണ്ടുവരും? നമ്മുടെ സർക്കാരിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രമേയം കൊണ്ടുവരും. അതാണ് അവിശ്വാസ പ്രമേയം. ആ അവിശ്വാസ പ്രമേയം എവിടെ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ? ലോക്സഭയിൽ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. രാജ്യസഭയിൽ പറ്റത്തില്ല, ലോക്സഭയിൽ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ കൂട്ടുത്തരവാദിത്തം. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോട് മാത്രമേ ഉള്ളൂ? ലോക്സഭയോട് മാത്രമേ ഉള്ളൂ. ഓക്കെ. കുറഞ്ഞത് 50 അംഗങ്ങളുടെ പിന്തുണ പ്രമേയത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ സ്പീക്കർ അനുമതി നൽകിയതായിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അതായത് നമ്മുടെ ഈ ഒരു അവിശ്വാസ പ്രമേയം നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ അനുമതി നമുക്ക് വേണം. സ്പീക്കറുടെ അനുമതി നൽകണം. സ്പീക്കർ അനുമതി നൽകണമെങ്കിൽ കുറഞ്ഞത് 50 അംഗങ്ങളുടെ പിന്തുണയെങ്കിലും ഈ ഒരു പ്രമേയത്തിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ലോക്സഭയിൽ മാത്രമേ നമുക്ക് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിലേ നമുക്ക് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. സ്പീക്കർ എപ്പോഴാണ് അനുമതി നൽകുന്നത്? കുറഞ്ഞത് 50 അംഗങ്ങളെങ്കിലും പിന്തുണ നൽകിയാൽ മാത്രമേ സ്പീക്കർ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകത്തുള്ളൂ. ഇനി പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചർച്ച നടക്കും. ഓക്കെ, ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നടക്കും. ഭൂരിപക്ഷം അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്താൽ പ്രമേയം പാസ്സാകുകയും സർക്കാർ ഓഫീസ് ഒഴിയാൻ, അതായത് സർക്കാർ പിന്നെ ഇല്ല, സർക്കാർ ഒഴിഞ്ഞു പോകണം കേട്ടോ. ആ ഒഴിഞ്ഞു പോകുന്നത് എപ്പോഴാണ്? പ്രമേയം പാസ്സായ ഉടനെ തന്നെ പോകണം, അല്ലാതെ അടുത്ത മന്ത്രിസഭ വരെയൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഈ അവിശ്വാസ പ്രമേയം പാസ്സായോ അപ്പം തന്നെ നമ്മുടെ മന്ത്രിസഭ ഒഴിഞ്ഞു പോകേണ്ടതാണ്, സർക്കാർ ഒഴിഞ്ഞു പോകേണ്ടതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അവിശ്വാസ പ്രമേയമായിട്ട് പറയാനുള്ളത്. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവെന്ന് പറയുന്നത് 6 മാസമാണ്. അതായത് ഒരു അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ അടുത്ത 6 മാസത്തേക്ക് വീണ്ടും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് ചട്ടം, ലോക്സഭാ ചട്ടം എന്ന് പറയുന്നത്. അതായത് ഒരു സെഷനിൽ ഒരു അവിശ്വാസ പ്രമേയം മാത്രമേ സാധാരണയായിട്ട് അനുവദിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയത്തിൽ നമ്മുടെ സർക്കാർ വിജയിച്ചു, ഇനി 6 മാസം കഴിഞ്ഞ് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു 6 മാസ കാലയളവ് എന്ന് പറയുന്നത്. നമ്മുടെ സഭ കൂടുന്നപ്പോഴാണ് 6 മാസം കൂടുമ്പോഴെങ്കിലും കൂടണം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സെഷനിൽ ആകെ ഒരു പ്രമേയമേ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് അവിശ്വാസ പ്രമേയവുമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിലവിലെ മന്ത്രിസഭ തുടരത്തില്ല. നിലവിലെ മന്ത്രിസഭ എപ്പോഴാണ് നമ്മുടെ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നത് അപ്പം തന്നെ നമ്മുടെ മന്ത്രിസഭ എന്ത് ചെയ്യും?
പോവും. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. ഇത് തെറ്റാണ്, 3 മാസമല്ല 6 മാസമായിരിക്കും. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് 1ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ പരീക്ഷയുടെ തൊട്ടടുത്ത് നടന്ന പരീക്ഷ, അതായത് 1226 എന്ന് പറയുന്ന പരീക്ഷയിൽ നമ്മുടെ ഈ കൂട്ടുത്തരവാദിത്തത്തെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. മന്ത്രിസഭ സംസ്ഥാന നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164(2) അനുച്ഛേദമാകുന്നു. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നതാണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. സംസ്ഥാനങ്ങളുടെ കേസിലാണെങ്കിൽ 164(2) ആണ്. അതേസമയം കേന്ദ്രത്തിൻ്റെ കേസിലാണെങ്കിൽ, അതായത് കേന്ദ്ര മന്ത്രിസഭ ലോക്സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 75(3) ആണ്. 75(3) ആണ്. സംസ്ഥാനങ്ങളിൽ അതെന്താണ്? 164(2) ആണ്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. മൗലികാവകാശങ്ങൾ ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. ശരിയാണോ? മൗലികാവകാശങ്ങൾ ഭരണകൂടത്തിന്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? നമുക്ക് ഇതിനെപ്പറ്റി +1 പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. വിവിധ മാർഗങ്ങളിലൂടെ ഗവൺമെന്റുകളുടെ അധികാരത്തെ ഭരണഘടന പരിമിതപ്പെടുത്തുന്നു. ഗവൺമെന്റിന്റെ അധികാരത്തെ ഭരണഘടന പരിമിതപ്പെടുത്തുന്നു. ഒരു ഗവൺമെന്റിനും ലംഘിക്കാൻ അനുവാദമില്ലാത്തതും പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും ലഭിക്കുന്നതുമായ ചില മൗലികാവകാശങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അധികാരം പരിമിതപ്പെടുത്തുന്നതിനുള്ള പൊതുവായ മാർഗം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ അധികാരം ഭരണഘടന പരിമിതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ലേ. അതിന് പൊതുവായി നടത്തുന്ന ഒരു മാർഗം എന്താണ്? മൗലികാവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നതിലൂടെയാണ്. അതായത് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗവൺമെന്റിന്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നു. ക്ലിയർ ആണല്ലോ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അതായത് നമ്മുടെ ഭരണകൂടത്തിന്റെ അധികാരത്തെ മൗലികാവകാശങ്ങൾ നിയന്ത്രിക്കുന്നു. ഇനി ഇത് ഈ +1-ലെ 1ാമത്തെ ചാപ്റ്റർ കൂടാതെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഈ ഐഡിയ അനുമാനിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നത് വായിച്ചു നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ അതിനെപ്പറ്റി നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ ഗവൺമെന്റിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഈ മൗലികാവകാശങ്ങൾ എന്താണ്? ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുമാണ്. നമുക്ക് മൗലികാവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാം നമുക്ക് അങ്ങനെ അങ്ങ് കിട്ടത്തില്ല. അതൊക്കെ എന്താണ്? ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് നമുക്കതൊക്കെ ലഭ്യമാകുന്നത്. അപ്പം നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. മൗലികാവകാശങ്ങൾ കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ ചാപ്റ്ററിൽ തന്നെയാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 6ാമത്തെ മൗലികാവകാശം എന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതെ, എന്താണ് അതിനകത്ത് പറയുന്നത്? നമ്മുടെ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതികളെ സമീപിക്കാവുന്നതാണ്. അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോടതികൾ എന്ത് പുറപ്പെടുവിക്കുന്നു? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പം ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതായത് മൗലികാവകാശങ്ങൾ ഹനിച്ചാൽ നമുക്കത് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. റിട്ടുകളിലൂടെയാണ് അത് സ്ഥാപിച്ചു കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി അടുത്തത് എന്താണ്? മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. അത് ശരിയാണോ? ഈ മൗലികാവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണോ അതോ വിദേശ പൗരന്മാർക്കും ഈ മൗലികാവകാശങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? നോക്കാം. ഈ മൗലികാവകാശം എന്ന് പറയുന്നത് ചിലത് മാത്രം നമ്മുടെ വിദേശ പൗരന്മാർക്കുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 20, 21, 21A എന്നൊക്കെ പറയുന്നത് എന്താണ്? വിദേശ പൗരന്മാർക്കുമുള്ള മൗലികാവകാശമാണ്. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ, എലമെൻ്ററി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്നുള്ളത് ആരുടെയും മൗലികാവകാശമാണ്? ഇന്ത്യയിലുള്ള വിദേശ പൗരന്മാരുടെയും മൗലികാവകാശമാണ്. പക്ഷേ ചില മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. അതിൽ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമുള്ളതാണ്, ഫോറിനേഴ്സിന് ഉള്ളതല്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന്? മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ദേശീയ അടിയന്തരാവസ്ഥ
എന്തുകൊണ്ട്? സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട് അല്ലേ? സംസ്ഥാന അടിയന്തരാവസ്ഥ സമയത്താണ് എന്ത്? രാഷ്ട്രപതി സംസ്ഥാന ഭരണകൂടത്തെ പിരിച്ചുവിടുന്നത് അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 356 കേട്ടോ. സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ അനുച്ഛേദം 356 രാഷ്ട്രപതിക്ക് അനുവാദം നൽകുന്നു, അധികാരം നൽകുന്നു. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം ആദ്യമായി ഈ വകുപ്പ് പ്രയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു. 1967 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ 356 വകുപ്പ് അപൂർവമായി മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ 1967 ശേഷം ഇത് വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു. ഓക്കെ, അപ്പം 356 എന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? 352 ആണ്. അപ്പം നമ്മളോട് ചോദിച്ചത് എന്താണ്? സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? 356 പ്രകാരമാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിനെപ്പറ്റി നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്നും സ്വത്തവകാശം എന്ന അവകാശത്തെ മാറ്റുകയും നിയമാനുസൃതമായ അവകാശമായി അനുച്ഛേദം 300A ഭാഗമായി മാറ്റുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 300A ആണ് കേട്ടോ. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏത് ഭാഗത്താണ്? ഭാഗം 4A അല്ലെ? 4 നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്, 4A മൗലിക കടമകൾ വരുന്നത്. 11 മൗലിക കടമകളാണ് നമുക്ക്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? വ്യാപാരവും വാണിജ്യവും ഏത് ലിസ്റ്റിൽപ്പെട്ടതാണ്? സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടതാണ് കേട്ടോ. വ്യാപാരവും വാണിജ്യവും സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ കൂടുതലും വ്യാപാരവും വാണിജ്യവും ഒക്കെ നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലല്ല. അപ്പം ഇതെന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് വ്യാപാരവും വാണിജ്യവും. പൊതുജനാരോഗ്യം അത് എവിടെ വരുന്നതാണ്? അതും നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. പൊതുജനാരോഗ്യം ഇവിടെ വരുന്നതാണ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ പോകുന്നത്. അപ്പം സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നതാണ്. കൃഷി ഏത് ലിസ്റ്റിൽ വരുന്നതാണ്? കൃഷിയും ഇവിടെ വരുന്നതാണ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി ട്രേഡ് യൂണിയനുകൾ തൊഴിലാളി സംഘടനകൾ എവിടെ വരുന്നതാണ്? അത് സംയുക്ത ലിസ്റ്റിൽ വരുന്നതാണ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പം നമ്മളോട് ചോദിച്ച എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയം ഏതാണെന്നല്ലേ ചോദിച്ചത്. അത് ഏതാണ്? ഓപ്ഷൻ ഡി, ട്രേഡ് യൂണിയനുകളാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ആനയാണ് കേട്ടോ. അടുത്ത 2-3 ചോദ്യങ്ങൾ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? പ്രത്യുത്ഥാനം പദ്ധതിയാണ് കേട്ടോ. അതായത് 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും നൽകുന്ന അധിക ധനസഹായ പദ്ധതിയാണ് ഇത്, പ്രത്യുത്ഥാനം പദ്ധതി എന്ന് പറയുന്നത്. വീട് തകർന്ന എല്ലാവർക്കും ധനസഹായങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെന്താണ്? കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും നൽകുന്ന അധിക ധനസഹായ പദ്ധതിയാണ് ഏത്? ഈ ഒരു പ്രത്യുത്ഥാനം പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഇത് നടപ്പിലാക്കുന്നത് കേരള സർക്കാർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, UNDP എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ്? ഇതൊരു അധിക ധനസഹായ പദ്ധതിയാണ്. 2018 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിലോ ഉരുൾപൊട്ടലിലോ വീട് പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ട കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും നൽകുന്ന അധിക ധനസഹായ പദ്ധതിയാണ് ഏത്? പ്രത്യുത്ഥാനം എന്ന് പറയുന്നത്. അധികമായിട്ട് കൊടുക്കുന്ന ധനം എത്രയാണ്? 25,000 രൂപയാണ് കേട്ടോ. 25,000 രൂപ അധിക ധനസഹായ പദ്ധതിയാണ് ഇത്.
ഈ ഒരു പ്രത്യുത്ഥാനം പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ താമസിക്കുന്നവർക്കാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏതു വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സല്ലാപം, മന്ദഹാസം എന്നീ പദ്ധതികൾ. എന്താണ് സല്ലാപം പദ്ധതി? എന്താണ്? നമ്മുടെ മുതിർന്ന പൗരന്മാർ വീട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? ഒറ്റപ്പെടലാണ് അല്ലെ. അപ്പൊ ഈ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ഇവരുടെ മാനസികാരോഗ്യത്തെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ആ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിയിൽ ചേരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പദ്ധതി പ്രകാരം മുതിർന്ന പൗരന്മാരെ പുതിയ തലമുറയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, ടെലിഫോൺ മുഖാന്തരം ബന്ധിപ്പിക്കുന്നു. അതായത് ഈ ഒരു പദ്ധതിയിൽ ചേരുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ പദ്ധതി പ്രകാരം എന്ത് കൊടുക്കുന്നു? ഒരു ടെലിഫോൺ ഫ്രണ്ടിനെ കൊടുക്കുന്നു, പുതിയ തലമുറയിലെ ഒരു ടെലിഫോൺ ഫ്രണ്ടിനെ കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ഒറ്റപ്പെടലിന് ഒരു പരിധി വരെ നമുക്കൊരു ആശ്വാസം കാണാനാവും. ഈ ഒരു പദ്ധതി കൊണ്ട് 2 പ്രയോജനമാണുള്ളത്. ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് ഈ മുതിർന്ന പൗരന്മാർക്ക് എന്താണ്? ഒരു ഒറ്റപ്പെടലിന് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടല്ലേ. അതുകൂടാതെ മറ്റൊരു വശവും കൂടി ഇതിനുണ്ട്. അതായത് ഈ പുതുതലമുറയെ മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധിപ്പിക്കുന്ന സമയത്ത് മുതിർന്ന പൗരന്മാരുടെ അനുഭവ സമ്പത്ത് ഇവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു സമൂഹത്തെ തന്നെ നമുക്ക് എന്താണ് സൃഷ്ടിക്കാൻ ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കുന്നതാണ്. എന്താണ് ഈ മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഇത് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് തികഞ്ഞവർക്കാണ് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത്. അടുത്ത ചോദ്യം, 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കേരളീയം പദ്ധതിയാണ് കേട്ടോ. എന്താണ് യുവശക്തി പദ്ധതി? എന്താണ്? യുവജന ക്ലബ്ബുകളിലൂടെ സാമൂഹിക വികസന പരിപാടികളും സന്നദ്ധ പരിപാടികളും പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ കേരളോത്സവത്തിലും ഗ്രാമസഭയിലും യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ലേബർ ബാങ്കുകളും മറ്റു തൊഴിലുറപ്പ് പരിപാടികളും സംഘടിപ്പിക്കുക. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് യുവജനക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതായത് യുവശക്തി പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു പദ്ധതിയാണിത്, സ്ലാഷ് പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് സ്ലാഷ് പദ്ധതി? 8നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ നീന്തൽ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ഇത് സ്ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതിയാണ്. അടുത്ത 45ാമത്തെ ചോദ്യം. ഇതിൻ്റെ ഇടയിൽ വരുന്ന സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കാം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? അപ്പോൾ ഈ ചോദ്യത്തിൽ 2 തിരുത്തുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2005 2025 പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ അല്ല, അത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ചോദ്യം വായിക്കാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിക്കപ്പെടുന്നത്? അതായത് നമ്മുടെ പ്രധാനമന്ത്രി 2025 പ്രഖ്യാപിച്ച ഒരു മിഷനുണ്ട്. ആ മിഷൻ എന്ന് പറയുന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. ആ പ്രതിരോധ സംവിധാനത്തെ നമുക്ക് ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലത്തെ ആ ഒരു പ്രതിരോധ സംവിധാനവുമായിട്ട് വിശേഷിപ്പിക്കാവുന്നതാണ്. ഏതാണ് ആ മിഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഏതാണ് ആ മിഷൻ? മിഷൻ സുദർശൻ ചക്രയാണ് കേട്ടോ. ഇനി എന്താണ് മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത്? നമുക്കറിയാം ഇപ്പോഴത്തെ യുദ്ധമൊക്കെ എങ്ങനെയാണ്? വ്യോമതലത്തിലുള്ള യുദ്ധങ്ങളാണ് അല്ലേ, ആകാശത്തിലുള്ള യുദ്ധങ്ങളാണ് അല്ലേ, മിസൈലൊക്കെ വിടുന്ന യുദ്ധങ്ങളാണ് അല്ലേ. പണ്ടത്തെ പോലത്തെ യുദ്ധമല്ല ഇപ്പോൾ ഉള്ളത്. മിസൈലും ഡ്രോണും ഒക്കെ വെച്ചിട്ടുള്ള അറ്റാക്കാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടു ഇസ്രായേലും US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ദുബായിലേക്കൊക്കെ എന്താണ് മിസൈൽസും ഡ്രോൺ അറ്റാക്സ് ഒക്കെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ഇനി വേണ്ടത്? നമ്മുടെ രാജ്യത്തിൻ്റെ വ്യോമ സുരക്ഷയാണ് നമുക്ക് വേണ്ടത്. വ്യോമ മേഖലയിലെ സുരക്ഷയാണ് വേണ്ടത്. അതായത് എന്തെങ്കിലും മിസൈൽസോ ഡ്രോൺസോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ അതിനെ തടയുന്ന സംവിധാനങ്ങളാണ് നമുക്കിനി വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് ഏത്? ഈ മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ആകാശ സീമയെ ശത്രുക്കളുടെ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും സംരക്ഷിക്കുന്ന തദ്ദേശീയമായ ബഹുമുഖ വ്യോമ പ്രതിരോധ കവചമാണ് ഏത്? മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്
തദ്ദേശീയമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ, മറ്റു രാജ്യങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തദ്ദേശീയമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇനി ഈ പദ്ധതി പ്രഖ്യാപിച്ചതാരാണ്? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാണ് പ്രഖ്യാപിച്ചത്? 2025 ഓഗസ്റ്റ് 15-നാണ്. അതായത് നമ്മുടെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിലാണ് മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? 2035 ഇന്ത്യയെ പൂർണ്ണമായ വ്യോമ പ്രതിരോധ കവചത്തിന് കീഴിലാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ച 2025 പ്രഖ്യാപിച്ച ഈ ഒരു പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 2035 അല്ലെ. 2035 ഈ ഒരു കവചം എന്താണ്? പ്രവർത്തനക്ഷമമാകും. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ എന്താണ്? ഇതിൻ്റെ ഒരു സുരക്ഷാ വലയത്തിലായിരിക്കും. ഇനി എന്തെങ്കിലും ഡ്രോൺ അറ്റാക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മിസൈൽ അറ്റാക്കോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ബിൽഡിങ്സ്, ആശുപത്രികൾ ഇവയൊക്കെ എന്താണ്? ഇവർക്ക് സംരക്ഷിക്കാനാവും. അങ്ങനെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഈ ഒരു മിഷനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് തദ്ദേശീയമായിട്ട് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? നമ്മുടെ DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. പദ്ധതിയുടെ കീഴിലുള്ള ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ്? പ്രോജക്റ്റ് കുഷ എന്നാണ് കേട്ടോ. ഇത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വികസിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത്. ഈ സംവിധാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ആധുനിക സാങ്കേതിക വിദ്യ ഏതാണ്? AI ആണ് കേട്ടോ. ഏത് അന്താരാഷ്ട്ര പ്രതിരോധ സംവിധാനവുമായിട്ടാണ് ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്? ഇസ്രായേലിന്റെ അയൺ ഡോമുമായിട്ടാണ് കേട്ടോ. അതാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇത് അയൺ ഡോം. അപ്പോൾ അതിനുമായിട്ട് സാദൃശ്യം അല്ലെങ്കിൽ അതിനോട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം? എന്തായിരുന്നു? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിക്കപ്പെടുന്നത്? മിഷൻ സുദർശൻ ചക്രയാണ് കേട്ടോ. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ഒന്നുമല്ല, 2 മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഉത്തരം ഓപ്ഷൻ C ആണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ആൻസർ കീ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 46ാമത്തെ ചോദ്യം. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഏത് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു M രാമവർമ്മ രാജ? ആരാണ് ഈ M രാമവർമ്മ രാജ? രാജാ രവിവർമ്മയുടെ പുത്രനാണ് അല്ലെ. അപ്പൊ ഏത് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു M രാമവർമ്മ രാജ? കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു M രാമവർമ്മ രാജ. രാജാ രവിവർമ്മയുടെ പുത്രനായ M രാമവർമ്മ രാജ. ഇനി എന്തിനാണ് ഈ കേരള ലളിതകലാ അക്കാദമി സ്ഥാപിച്ചിരിക്കുന്നത്? ചിത്രം, ശില്പം, വാസ്തുശില്പം, ഗ്രാഫിക്സ് മുതലായ കലകളുടെ വികസനത്തിനായിട്ട് സ്ഥാപിച്ച അക്കാദമിയാണ് ഇത് കേരള ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായത് എന്നാണ്? 1962-ലാണ്. ഇതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലെ ചെമ്പുക്കാവിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. ആരാണ് ഇപ്പോഴത്തെ ചെയർമാൻ? മുരളി ചീരോത്താണ് കേട്ടോ. ആദ്യ ചെയർമാൻ ആരാണ്? M രാമവർമ്മ രാജ, നമ്മുടെ രാജാ രവിവർമ്മയുടെ മകൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? കേരള ലളിതകലാ അക്കാദമിയാണ്. 47ാമത്തെ ചോദ്യം. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? എന്നാണ് ഇന്ത്യ ആദ്യമായി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലാണ് ഇന്ത്യ ആദ്യമായിട്ട് വനിതാ ടീം ലോക ക്രിക്കറ്റ് കിരീടം നേടുന്നത്. ആ സമയത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ ആയിരുന്നു കേട്ടോ. ഹർമൻ പ്രീത് കൗർ ആയിരുന്നു. ഈ മത്സരം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ടാണ് ലോകകപ്പ് മത്സരങ്ങളൊക്കെ നടന്നത് കേട്ടോ. വിജയ് ആരായിരുന്നു? ഇന്ത്യയായിരുന്നു. റണ്ണറപ്പ് ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അതായത് ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത് അല്ലെ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ വേൾഡ് കപ്പ് നേടുന്നത്, ഇന്ത്യൻ വനിതാ ടീം വേൾഡ് കപ്പ് നേടുന്നത്. ഇത് 13ാമത്തെ പതിപ്പാണ് കേട്ടോ. അതായത് ICC വനിതാ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ 13ാം പതിപ്പാണ് ഇപ്പം നടന്നത്. 2025 നടന്നത്. അതിലാണ് നമ്മുടെ ടീം ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുന്നത്. ഭാഗ്യചിഹ്നം ഏതാണ്? ബ്ലേസ് ആൻഡ് ടോങ് ആണ് കേട്ടോ. ബ്ലേസ് ആൻഡ് ടോങ് ആണ്.
ക്ലിയർ ആണല്ലോ. ഇനി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫെബ്രുവരി 7 നടന്ന പരീക്ഷയെക്കുറിച്ചാണ് അല്ലേ. അതിൽ ചോദിച്ച ICC വേൾഡ് കപ്പിൽ ചോദിച്ചൊരു ക്വസ്റ്റിനെ പറ്റിയാണ്. ഇനി ജനുവരി മാസം 2026 ജനുവരി മാസം നടന്ന ഒരു പരീക്ഷയിൽ ICC വേൾഡ് കപ്പ് വനിതാ വേൾഡ് കപ്പിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതൊന്ന് നോക്കൂ. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജമീമ റോഡ്രിഗസ് ആണ് കേട്ടോ. അപ്പം ഇത് അടുത്തടുത്ത് നടന്ന 2 പരീക്ഷകളിൽ ഒരേ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ICC വനിതാ ലോകകപ്പിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് റീസെൻ്റ് ആയിട്ട് PSC നടത്തിയ പരീക്ഷകൾ നോക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രൻ്റെയാണ് മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതി. ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ +1 മലയാള പാഠപുസ്തകത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് പറുദീസ നഷ്ടം എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ ഒരു കഥയാണ് എന്ത് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ നമ്മുടെ +1 പാഠപുസ്തകത്തിൽ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി പാഠപുസ്തകത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ മനുഷ്യനൊരാമുഖം എന്ന കൃതിയെ പറ്റിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ഇത് മനുഷ്യനൊരാമുഖം എന്ന് പറയുന്നത്. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു, അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ചെറുകഥാ സമാഹാരമാണ് എന്ത് പറുദീസ നഷ്ടം എന്ന് പറയുന്നത്. അതിലെ ഒരു കഥയാണ് +1 പാഠപുസ്തകത്തിൽ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റിയും നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മനുഷ്യനൊരാമുഖം എന്ന കൃതി ആരുടേതാണ്? സുഭാഷ് ചന്ദ്രൻ്റെതാണ്. അടുത്ത ചോദ്യം. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6 ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ് അല്ലെ. മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? മലയാളം മിഷനാണ് കേട്ടോ. ഇത് പണ്ട് തൊട്ടേ ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ് മലയാളം മിഷനെ പറ്റിയുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലിനി നമ്മൾ ഇംഗ്ലീഷും മാത്സും മലയാളവും ചെയ്തിട്ടില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇംഗ്ലീഷും മാത്സും മലയാളവും പറയുന്നില്ല. മലയാളത്തിൻ്റെ ഒക്കെ നമുക്ക് എന്താണ് സെപ്പറേറ്റ് ഈ 4 പരീക്ഷയുടെയും കൂടെ മലയാളത്തിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ക്ലാസ്സിനെ പറ്റിയുള്ള സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്ന് 4ാമത്തെ ക്ലാസ്സോടുകൂടി 2 ചോദ്യപേപ്പർ നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാത്സും മലയാളവും ഒക്കെ ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ബാക്കി GK പോർഷൻസ് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഈ 4 ക്ലാസ്സിലായിട്ട് 2 ചോദ്യപേപ്പർ. ഇനി നമുക്ക് ബാക്കി കിടക്കുന്നത് 2 ചോദ്യപേപ്പറും കൂടിയാണ്. അത് നമ്മൾ വഴിയെ കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കണം. കാരണം പരീക്ഷയാവുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എന്തൊക്കെ പഠിച്ചെന്നൊക്കെ പറഞ്ഞാലും പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേനും അത് മറന്നു പോകും അല്ലേ. അപ്പം പരീക്ഷയാകുന്ന സമയത്ത് ഇനി ഏതാണോ നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന പരീക്ഷ, ഇപ്പോൾ ചിലർക്കൊക്കെ ആദ്യം വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ പരീക്ഷ അടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചൊന്ന് ഈ ഒരു വീഡിയോ കാണും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്കൊന്ന് നോക്കി വെക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ.